അതുപോലെ രാഹുൽ ഈശ്വർ നല്ല മനുഷ്യനാണത്രേ. പ്രിയമുള്ളവരെ, മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ ശ്രമിക്കരുത്. വിസർജ്യമായിട്ട് തന്നെ കാണണം. വിസർജ്യങ്ങളിൽ നിന്ന് വല്ലതും കഴുകിയെടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ട എന്ത് ഗതികേടാണ് സഹോദരന്മാരെ നമുക്കുള്ളത്. RSS തന്നെയാണ്. RSSന്റെ ഏത് മുഖവും RSS ആണ്. നിങ്ങൾക്ക് സാധിക്കുമോ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് രാഹുൽ ഈശ്വറിനെ കൊണ്ട് ശ്രീ നരേന്ദ്രമോദി കൊലയാളിയാണ് എന്ന് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് ശ്രീധരൻ പിള്ളയെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ? ഗുജറാത്ത് കലാപം തെറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഞാൻ സംഘപരിവാരത്തിന്റെ വിഷയത്തിലേക്ക് അല്പം കൂടി ഊന്നുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് ചില ചിന്തകൾ ഉണരുവാൻ വേണ്ടിയാണ്. ചില ചിന്തകൾ പോപ്പുലർ ഫണ്ടുകാർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പല സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഞങ്ങളുമായി വേദ് പങ്കിടില്ല, അത് ഞങ്ങൾ തൊട്ടുകൂടാത്തവരായതുകൊണ്ടല്ല. ഞങ്ങൾ പറയുന്ന സത്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് തുളച്ചു കയറുമെന്നവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചെവി പൊത്തണം. അവർ പറയുന്നത് കേൾക്കരുത്. അവരെക്കുറിച്ച് വളരെ മോശമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വാദമുണ്ട്. പോപ്പുലർ ഫണ്ടുകാർ RSSനെ നേരിട്ടാൽ ഹിന്ദു ജനവിഭാഗം RSS ആയി മാറും. അങ്ങനെ RSS രാജ്യത്ത് വളരുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, RSS ആയി മാറുമെങ്കിൽ RSSനെ എതിർത്താൽ രാജ്യത്തെ ഹൈന്ദവ ജനത മുഴുവൻ RSS ആയി മാറുമെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? RSS രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ബലാത്സംഗങ്ങളെയും, പിഞ്ചു കുട്ടികളെ പോലും ചുട്ടുകൊല്ലുന്നതിനെയും, ഗർഭിണികളെ വയറു പിളർത്തി തൃശൂരത്തിൽ കുത്തിയെടുക്കുന്നതിനും ഒക്കെ ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗം മുഴുവൻ അംഗീകരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവർ മുഴുവൻ അതിനെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ എതിർത്താൽ അവർ മുഴുവൻ അതിന്റെ ആളുകളായിട്ട് മാറും എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഹൈന്ദവ ജനവിഭാഗം ഉൾപ്പെടെ RSSനെ എതിർക്കാൻ എതിർക്കുന്നവരാണ്. അവർ മാറ്റി നിർത്തിയ സംഘപരിവാരത്തെ നിങ്ങൾ വേദിയിൽ കയറി ആദരിക്കുമ്പോൾ അവരും അവരുടെ പോരാട്ടങ്ങളും ദുർബലമായി പോകും. രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹൈന്ദവരും RSSനെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് സഹോദരന്മാരെ നിങ്ങൾ RSSനെ അടുപ്പിച്ചു നിർത്തരുത്. അവരെ നിങ്ങൾ വേദിയിലേക്ക് കയറ്റരുത്. ജമാഅത്തെ ഇസ്ലാമി സഹോദരന്മാരെ നിങ്ങൾ അവരെ ആനയിക്കരുത്. നിങ്ങൾ അവരെ സ്വീകരിക്കരുത്. RSS രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അവർ ഈ ജനവിഭാഗം